രാജസ്ഥാന്റെ കരിയറിലെ ഏറ്റവും മോശം സീസണായിരുന്നു ഇപ്രാവശ്യത്തേത്. ജയിക്കേണ്ട മത്സരം പോലും അവസാന നിമിഷങ്ങളിൽ കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. സഞ്ജു അടക്കം ഒരുപാട് പേര് രാജസ്ഥാൻ ടീമിൽ നിന്ന് പുറത്താവുകയാണ്. അപ്പോൾ രാജസ്ഥാന്റെ റിലീസ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു. രാജസ്ഥാൻ 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ നിന്ന് വലിയ താരങ്ങൾ പുറത്താവുകയാണ്. ആദ്യം തന്നെ ഷിമ്രോൺ ഹെറ്റ്മറെ രാജസ്ഥാൻ പുറത്താക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഒരുപാട് ജയിക്കേണ്ട മത്സരങ്ങൾ ഹെറ്റ്മർ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പുതിയൊരു ഫിനിഷറെയാണ് രാജസ്ഥാൻ ടീം തേടുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാന്റെ ക്യാപ്റ്റനായ സഞ്ജുവിനെയും രാജസ്ഥാൻ ടീം പുറത്താക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പരാഗ് മാനേജ്മെന്റിന്റെ ആളാണ്. പരാഗിനെ ക്യാപ്റ്റനാക്കാനാണ് അവരുടെ പദ്ധതി. സഞ്ജു ടീമിലുണ്ടെങ്കിൽ അത് സാധിക്കില്ല. ഇപ്പോൾ രാജസ്ഥാന് പുതിയൊരു താരത്തെ ഓപ്പണറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് സൂര്യവംശിയാണ്. അതുകൊണ്ട് ജയ്സ്വാൾ സൂര്യവംശിയെ ഓപ്പണിംഗ് കളിപ്പിക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി. സഞ്ജുവിനെ രാജസ്ഥാൻ ഒഴിവാക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം സഞ്ജു പുതിയൊരു ടീമിലായിരിക്കും കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിതീഷ് റാണ, ഇദ്ദേഹത്തെ രാജസ്ഥാൻ ഒഴിവാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബൗളിംഗിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഹസരംഗ, ജൂറൽ തുടങ്ങിയവരെയും രാജസ്ഥാൻ ടീം ഒഴിവാക്കുകയാണ്. ജൂറലിന് പകരം പുതിയൊരു കീപ്പറെ രാജസ്ഥാൻ ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു പക്ഷേ ഋഷഭ് പന്ത് ആവാനും സാധ്യതയുണ്ട്. ലക്നൗ ഓണർ പന്തിനെ ചീത്ത പറയുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം പന്ത് ലക്നൗ ടീമിൽ ഉണ്ടാവില്ലെന്നത് ഉറപ്പാണ്. ഇപ്രാവശ്യം LSG പ്ലേ ഓഫ് പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് പന്തിനെ കീപ്പറായിട്ട് രാജസ്ഥാനിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജുവും പന്തും ഒരു ടീമിൽ എന്തായാലും ഉണ്ടായിരിക്കില്ല. സഞ്ജുവിനെ ഒഴിവാക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. പരാഗിന് വേണ്ടിയാണ് സഞ്ജുവിനെ ഒഴിവാക്കുന്നത്. സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ CSK, RCB പോലുള്ള ടീമുകളിൽ എത്തുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇനി സഞ്ജു ഏത് ടീമിലേക്കായിരിക്കും പോകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.